ഹായ് എവരി വൺ, എൻ്റെ പേര് ഡോക്ടർ ഷെരീഫ് മുഹമ്മദ്. നമ്മൾ ഒരു 1 വീക്കായി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ്. കണ്ണൂർ ഡെൻ്റൽ കോളേജ് അഞ്ചരക്കണ്ടിയിൽ നിന്നും ഒരു ആദ്യ വർഷ BDS വിദ്യാർത്ഥി സൂയിസൈഡ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു ന്യൂസ്. അതിൻ്റെ ഇപ്പോഴത്തെ നരേഷനെ കുറിച്ചും അതിൻ്റെ ആക്ച്വൽ നരേഷൻ എന്ത് നമ്മൾ ഡിസ്കസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്ന് കരുതി അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോഴുള്ള നരേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. 2025 ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥി കണ്ണൂർ ഡെൻ്റൽ കോളേജിൽ വരികയും അവിടെ നിന്ന് അനധികൃതമായിട്ടുള്ള ഒരു ലോൺ ആപ്പിൽ നിന്നും ലോൺ എടുക്കുകയും അതിനുശേഷം ലോൺ ആപ്പുകാരുടെ നിരന്തരം മെൻ്റൽ ടോർച്ചർ കാരണം ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്നാണ്. എത്ര സിമ്പിളായിട്ടാണ് ഈ സ്റ്റോറി ഈ രീതിയിലേക്ക് ആക്കിയത്. നമുക്ക് ഈ ഒരു സ്റ്റോറി ഏത് രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നുള്ളതും കൂടെ ഞാൻ പറയാം. 21 വയസ്സുള്ള ഒരു ദളിത് വിദ്യാർത്ഥി SC/ST സ്റ്റുഡൻസിന് കൊടുക്കുന്ന എല്ലാ അവകാശങ്ങളും എല്ലാ റിസർവേഷൻ റൈറ്റ്സും കിട്ടേണ്ടിയിരിക്കുന്ന വിദ്യാർത്ഥി, ആ കോളേജിൽ ട്യൂഷൻ ഫീയും മറ്റു സാമ്പത്തിക ആനുകൂല്യങ്ങളും കിട്ടിയിരിക്കേണ്ട ആ കുട്ടി അവിടെ ജോയിൻ ചെയ്യുകയും അവിടെ നിന്ന് ഫൈനാൻഷ്യൽ ടെൻഷൻ വരികയും അതുമാത്രമല്ല നിരന്തരമായിട്ട് മറ്റ് അധ്യാപകരിൽ നിന്നും അവൻ റിപ്പോർട്ട് ചെയ്ത അവൻ്റെ വോയിസ് കോളിലൂടെ നമ്മൾ കേട്ടതാണ്, നിരന്തരമായിട്ട് മാനസിക പീഡനങ്ങൾ സഹിക്കുകയും ആ പീഡനങ്ങൾ സഹിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ലോൺ ആപ്പിൽ നിന്നും അവന് ഫൈനാൻഷ്യൽ ടെൻഷൻ കാരണം ഏത് രീതിയിലുള്ള ഫൈനാൻഷ്യൽ ടെൻഷൻ കാരണവും ലോൺ എടുക്കുകയും അത് അധ്യാപകരറിയുകയും അവിടെ നിന്നുള്ള ഒരു ഫെയർ ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തതിൻ്റെ കാരണം അവൻ ആ ഒരു സിസ്റ്റത്തിൽ ട്രസ്റ്റ് ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്തത് കാരണം സൂയിസൈഡ് ചെയ്തു. ഈ രീതിയിലാണ് ആ സ്റ്റോറിയെ നമുക്ക് കാണേണ്ടത്. നമുക്ക് ആദ്യം നോക്കാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ലോ കുറേ കാര്യങ്ങൾ എൻഷ്യൂർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കുട്ടിക്ക് ഇവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 21. ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ഷൻ ദാറ്റ് ഹാംസ് ഡിഗ്നിറ്റി ഓർ മെൻ്റൽ വെൽബീങ് മേ വയലേറ്റ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് ലൈഫ് ആൻഡ് വിത്ത് ഡിഗ്നിറ്റി. അതിൽ തന്നെ ജസ്റ്റിസ് KS പൊട്ടുസ്വാമി vs യൂണിയൻ ഓഫ് ഇന്ത്യ 2017, ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ഓർ എക്സ്പോസിംഗ് പേഴ്സണൽ ഡിസ്ട്രസ് മേ വയലേറ്റ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു പ്രൈവസി ആൻഡ് ഡിഗ്നിറ്റി. ഇതേപോലെ ഒട്ടനവധി പ്രൊസീഡിങ്സും ഒട്ടനവധി കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റുമാണ് ആ കുട്ടിക്ക് ആ കോളേജിൽ നിന്നും ഡിനൈ ചെയ്യപ്പെട്ടത്. ഇതുമാത്രമാണോ അവിടെ നമ്മൾ നോക്കേണ്ടത്? ഇനി കുറച്ചും കൂടെ ഡീപ്പായി പോവുകയാണെങ്കിൽ 2024 UGC ഗൈഡ് ലൈൻ വന്നതാണ്. ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും അവരുടെ കേരളത്തിലെ ഒരു പ്രൈവറ്റ് ഡെൻ്റൽ കോളേജിൽ പഠിക്കുന്ന ഒരു ഷെഡ്യൂൾ കാസ്റ്റ് വിദ്യാർത്ഥിക്ക് അവകാശപ്പെട്ടതായിട്ടുള്ള കുറേ ഫൈനാൻഷ്യൽ പ്രൊട്ടക്ഷൻ സ്കീംസ് ഉണ്ട്. അതിൽപ്പെട്ടതാണ് ട്യൂഷൻ ഫീ വേവർ, ബുക്ക് അലവൻസ്, അവരുടെ ഗ്രാൻഡ്സ്, SC ഗ്രാൻഡ്സ് ഓർ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്സ്. ഇവയെല്ലാം ആ കുട്ടിക്ക് കിട്ടിയിരുന്നു. ഇതെല്ലാം കിട്ടിയതിന് ശേഷമാണോ ആ കുട്ടിക്ക് ആ ഫൈനാൻഷ്യൽ ടെൻഷൻ വന്നത്? ഒരു 15,000 രൂപ 21 വയസ്സുള്ള ഒരു കുട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? ഇത് എവിടെയും ചർച്ച ചെയ്യപ്പെട്ടതായിട്ട് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. ആ കോളേജിൽ ആ കുട്ടിയെ വിചാരണ ചെയ്യുന്നതിന് ഒരു CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ആ കുട്ടി അവിടെ നിൽക്കുകയാണ്, ബാക്കി 4 പേർ അവിടെ ഇരിക്കുകയാണ്. അവർ എന്ത് കംഫർട്ട് എൻവിയോൺമെൻറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അവൻ്റെ കാര്യങ്ങൾ പറയുവാൻ, അവൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ. ഇനി അവൻ്റെ ഫൈനാൻഷ്യൽ ടെൻഷൻ വന്നത് വേറെ ഏതെങ്കിലും ആക്ടിവിറ്റിക്ക് ആയിക്കോട്ടെ. നമുക്ക് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു, 2024 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആന്ധ്രാപ്രദേശ് ഒരു കേസിൻ്റെ വേർഡിക്റ്റായിട്ട് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഒരു പ്രൊസീഡിങ്സ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഓരോ 100 വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ 100-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഓരോ കോളേജിലും ഒരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ട്രെയിൻഡ് മെൻ്റൽ ഹെൽത്ത് സർവീസസ് അവിടെ കൊടുത്തിരിക്കണം എന്നുള്ളത്. അതുമാത്രമല്ല, ഒരു SC സ്റ്റുഡൻറ്റിൻ്റെ ഇതേ രീതിയിലുള്ള എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ സെൻസിറ്റീവായിട്ട് എടുക്കുകയും ആ സെൻസിറ്റീവായിട്ട് തന്നെ ആ കാര്യത്തെ ഡീൽ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്, ആ ഒരു റൈറ്റ് ഈ കുട്ടിക്ക് അവിടെ കിട്ടിയിരുന്നു. ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ ആ കുട്ടിയുടെ ഡിഗ്നിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ മാത്രമാണ് ട്രീറ്റ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതിനെ ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അധികം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഇത് ഫോളോ ചെയ്യുന്നില്ല. ആ കണ്ണൂർ ഡെൻ്റൽ കോളേജ് എന്നതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ കഴിയുമെങ്കിലും ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഇത് ഫോളോ ചെയ്യുന്നില്ല എന്നത് ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഈ കേസിലൂടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ആ കുട്ടിയുടെ ഫൈനാൻഷ്യൽ കുറേ കാര്യങ്ങൾ കവേർഡ് ആണെങ്കിലും ഇനി ഏതെല്ലാം കവേർഡ് ആയിട്ടില്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിയുടെ ഫൈനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കവേർഡ് ആവാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഇനി ആ കോളേജിൽ നിന്നും എക്സ്ട്രാ ആയിട്ട് ആ കുട്ടിയിൽ നിന്നും എന്തെങ്കിലും ഫീസ് വാങ്ങിച്ചിട്ടുണ്ടോ? ആ ഒരു സംശയത്തിനും ഇതിന് പ്രാധാന്യമുണ്ട്. കാരണം ആ കോളേജിൽ പഠിക്കുമ്പോൾ
അനധികൃതമായിട്ടുള്ള ഫീസും സാമ്പത്തിക തട്ടിപ്പും നടന്നതായിട്ട് തന്നെ നമുക്ക് റീസെൻ്റായിട്ട് തന്നെ കുറേ കാര്യങ്ങൾ പുറത്തു വന്നതാണ്. ഒരു ഇൻസിഡൻറ്റ് ഡയമെൻഷൻസ് അതുകൊണ്ട് വളരെ ഡീപ്പാണ്. ആ കുട്ടിയുടെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചിരുന്നു. ആ കുട്ടിക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് സർവീസസ് അവിടെ കിട്ടിയിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാണ്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ലോൺ ആപ്പിനെ കുറിച്ചും അവിടെ നടന്നിട്ടുള്ള ആ ലോൺ ആപ്പ് വഴി നടന്നിട്ടുള്ള ത്രെറ്റനിങ്ങിനെ കുറിച്ചും. ഇനി അത് ഈ റീസെൻ്റ് ഇൻസിഡൻറ്റ് ഒരു തവണ ആ കുട്ടിക്ക് മാനസികമായിട്ട് തോന്നിയതായിരിക്കില്ല സൂയിസൈഡ് ചെയ്യാമെന്നത്. ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ആ കുട്ടിക്ക് തോന്നി അവനവിടെ വൾണറബിളാണ്, അവനവിടെ ഒരു സപ്പോർട്ടിങ് ഹാൻഡ്സ് കിട്ടിയിരിക്കാൻ ഇനി അവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് തന്നെ ആ കോളേജിൽ നിന്നും. അതിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നിയമവശങ്ങൾ നോക്കാനുണ്ട്. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ റെഗുലേഷൻ ഓൺ സ്റ്റുഡൻറ്റ് ഗ്രീവൻസ് റിഡ്രസൽ ആൻഡ് കൗൺസിലിംഗ് സിസ്റ്റം. ഈ കുട്ടിയുടെ വോയിസിൽ നിന്നും നമ്മൾ കേട്ടതാണ് ഈ കുട്ടി നിരന്തരമായിട്ട് വേർബൽ അബ്യൂസസ് ഈവൻ ഫിസിക്കൽ അബ്യൂസസ് ആ കോളേജിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അധ്യാപകൻ അവനെ ഇഡിയറ്റ് എന്ന് വിളിക്കുന്നു, അധ്യാപകൻ അവനെ നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നു. ആ ഒരു ടോക്സിക് ബിഹേവിയർ അതേപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്നു. ഇതെല്ലാം ആബ്സെൻസ് ഓഫ് ഫങ്ഷണൽ ഗ്രീവൻസ് ഓർ കൗൺസിലിംഗ് സിസ്റ്റം. ആ കോളേജിൽ ഒരു ഫങ്ഷണൽ ഗ്രീവൻസ് സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ, ഇതിനെ അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടിക്ക് തോന്നുമായിരുന്നു എനിക്ക് ഇവിടെ ഒരു സേഫർ ഹാൻഡ് ഉണ്ട്, എനിക്കിവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സൂയിസൈഡിനേക്കാളും കൂടുതലായിട്ട് ഒരു പക്ഷേ എനിക്കിവിടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ട് എന്നുള്ളത്. കുറേ അധ്യാപകർ ഈ കാര്യത്തിൽ പേര് പറയുന്നു. ഡോക്ടർ റാം എന്ന വ്യക്തി, അദ്ദേഹത്തിൽ നിന്നും ഇവൻ വെർബൽ അബ്യൂസ് നേടിയെന്ന് പറയുന്നു. അപ്പോൾ ആ അധ്യാപകൻ മാത്രമാണ് ഇതിൻ്റെ കുറ്റക്കാരൻ എന്ന് ഞാൻ പറയില്ല. അത് കണ്ടു നിന്ന ബാക്കിയുള്ള അധ്യാപകർ അവരിത് കോൾ ഔട്ട് ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ ഈ നിതിൻ എന്ന വിദ്യാർത്ഥിയെ വിളിച്ച് പറയണമായിരുന്നു, നീ അനുഭവിക്കുന്നത് ആ ഡോക്ടർ റാം എന്ന വ്യക്തിയിൽ നിന്നും അനുഭവിക്കുന്നത് തെറ്റാണ്, അത് ഞങ്ങൾ അക്നോളജ് ചെയ്യുന്നത്. അതാണ് അവന് കൊടുക്കാൻ കഴിയുന്ന ഒരു കൺസെപ്ച്വൽ ഹഗ് എന്ന് പറയുന്നത്. അതൊരു മോറൽ റെസ്പോൺസിബിലിറ്റിയാണ്. മോറൽ റെസ്പോൺസിബിലിറ്റിക്ക് പുറമെ കുറേ ലീഗൽ റെസ്പോൺസിബിലിറ്റീസും അവിടെ വരുന്നുണ്ട്. അതായത് ഒരു യൂണിവേഴ്സിറ്റി UGC പറയുന്നത് പോലെ ഗ്രീവൻസ് സെൽ ഉണ്ടായിരുന്നു, ഇവനെ എത്ര തവണ മെൻ്റൽ ഹെൽത്ത് സർവീസസ് അവിടെ നിന്ന് കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 100 വിദ്യാർത്ഥികൾക്കൊരു ആക്സസബിൾ മെൻ്റൽ ഹെൽത്ത് സർവീസസ് അവിടെ ഉണ്ടായിരിക്കണമെന്നത്. എത്ര തവണ ആ സർവീസസ് ഇവന് എടുക്കുവാൻ കഴിഞ്ഞു ആ കോളേജിൽ നിന്ന്. ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാണ്ട് നമ്മൾ ആ ഒരു ലോൺ ആപ്പിലേക്ക് ഒതുങ്ങിക്കൂടുന്നത് ഈ ഒരു കാര്യത്തെ വളരെ നാരോ വിഷനിലൂടെ കാണുന്നു എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ കോളേജിൽ നിന്ന് ഉയർന്നു വരുന്ന ഇപ്പോൾ ഉള്ള വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കോൾ ഔട്ട് വളരെ ഇമ്പോർട്ടൻ്റായി കാണേണ്ടതായിട്ടുണ്ട്. അതിന് അതിൻ്റേതായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കണം. പല വിദ്യാർത്ഥികളും അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരിൽ നിന്ന് നേരിട്ട ബുദ്ധിമുട്ടുകളും ട്രോമ, അതെങ്ങനെ അവരുടെ ട്രോമ ഷേപ്പ് ചെയ്തു എന്നുള്ള കാര്യം. ഒരു 17 വയസ്സിലായിരിക്കും ഒരു പ്രൊഫഷണൽ കോളേജിൽ ഒരു വിദ്യാർത്ഥി വന്ന് ജോയിൻ ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ +2 ഒരു ന്യൂ എൻവയോൺമെൻറ്റാണ്. ഇതുവരെ വീട്ടിലുള്ള കംഫർട്ട് സോണിൽ നിന്നെല്ലാം വന്ന് വേറെ ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത്. അധിക പേരും ആ രീതിയിലായിരിക്കും വരിക. അപ്പോൾ അവരുടെ ബിഹേവിയർ അവിടെ എങ്ങനെയാണ് ഷേപ്പ് ചെയ്യപ്പെടുന്നത് ഈ അധ്യാപകരിൽ നിന്ന്. അവരും ഒരു പക്ഷേ ഇതേപോലെയുള്ള സ്റ്റാഫ് സ്റ്റുഡൻസിനെ റാഗ് ചെയ്യുമ്പോൾ സ്റ്റുഡൻസിനെ റാഗ് ചെയ്യണം. ആ രീതിയിലുള്ള ഒരു ടോക്സിക് മെൻറ്റാലിറ്റി, ടോക്സിക് ബിഹേവിയർ ഒരു പക്ഷേ അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തു പോകും. ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ അവിടെ ഉള്ളൊരു ബിഹേവിയർ ഷേപ്പ് ചെയ്യാൻ അവിടെയുള്ള അധ്യാപകർ എത്രത്തോളം റെസ്പോൺസിബിളാണ്. 17, 18, 19 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയിൽ നിന്നും ഒരു തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ടത് പ്രോപ്പർലി അവൻ്റെ അവകാശം അനുസരിച്ചിട്ടും പ്രോപ്പർലി അവൻ്റെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചിട്ടും തന്നെയാണ്. അത് ചെയ്യാത്തിടത്തോളം കാലം അവരോട് ചെയ്യുന്ന ഇൻജസ്റ്റിസാണ്. ആ ഒരു കോളേജിൽ ഇപ്പോൾ പല അധ്യാപകരെക്കുറിച്ചും ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾ വിളിച്ചു പറയുന്നു. ഇതെല്ലാം അതിൻ്റെ ലീഗാലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് അവിനാഷ് മൽഹോത്ര vs യൂണിയൻ ഓഫ് ഇന്ത്യ 2009 ഒരു വേർഡിക്റ്റ് പരിശോധിക്കാം. ഇതിൽ പറയുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവ് എ ഡ്യൂട്ടി ഓഫ് കെയർ, ഫെയിലിയർ ടു എൻഷ്യൂർ സ്റ്റുഡൻറ്റ് സേഫ്റ്റി ആൻഡ് വെൽബീയിങ് മേ അമൗണ്ട് ടു നെഗ്ലിജിയൻസ്. ലീഗലിയും അവിടെയുള്ള അധ്യാപകർ റെസ്പോൺസിബിളാണ്, മോറലിയും അധ്യാപകർ റെസ്പോൺസിബിളാണ്. ഇനി ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്കും കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ അവിടെയുള്ള എല്ലാ അധ്യാപകരെയും താറടിച്ച് എല്ലാ അധ്യാപകരും മോശക്കാരാണെന്നല്ല ഉദ്ദേശിച്ചത്. ഇതിനൊരു കറക്റ്റീവ് മെക്കാനിസം നമുക്ക് വേണം. കുട്ടികളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുകയും അതിന് ഒരു സേഫർ എൻവയോൺമെൻറ്റ്, ഒരു ഇൻക്ലൂസീവായ എൻവയോൺമെൻറ്റ് അവിടെ ഉണ്ടായിരിക്കണം എന്ന് എൻഷ്യൂർ ചെയ്യാൻ കഴിയുന്ന ഒരു എൻവയോൺമെൻറ്റ് അതവിടെ അധ്യാപകർ നടപ്പിലാക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവരവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കാതെ അത് മുന്നോട്ട് വന്ന് അവർ ഇത്രയും കാലം എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൺലേൺ ചെയ്ത് അവർ ഏത് രീതിയിലാണോ അവർക്ക് റൈറ്റ് എന്ന് തോന്നുന്നത് അത് ചെയ്ത്
കുട്ടികൾക്കൊരു സേഫർ എൻവയോൺമെൻറ്റ് കൊടുക്കണം. ലീഗലിയും മോറലിയും അവർ പ്രൊട്ടക്റ്റഡ് ആണെന്ന് എൻഷ്യൂർ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തെറ്റ് വന്നു പോയവർ തെറ്റിനെ കോൾ ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ അക്നോളജ് ചെയ്ത് ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്നും ചിലപ്പോൾ ഒരു പക്ഷേ ഇത് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, എല്ലാവർക്കും ഇപ്പോൾ ഈ അവിടെ അധ്യാപകരായിരിക്കുന്ന എല്ലാവർക്കും ഒരു പക്ഷേ ഇത്രത്തോളം ഡീപ്പായിട്ട് കാര്യങ്ങൾ അസസ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല, അല്ലെങ്കിൽ എക്സ്പോഷർ കിട്ടിയിട്ടൊന്നും വരില്ല. അവർക്ക് മെൻ്റൽ ഹെൽത്ത് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ എങ്ങനെ കുട്ടികളെ ഡീൽ ചെയ്യണം എന്നുള്ള ട്രെയിനിങ്ങോ അവർ സെൽഫ് ലേൺ ചെയ്ത് അല്ലെങ്കിൽ പുറത്തുനിന്നോ എവിടെ നിന്നാണോ റിസോഴ്സസിൽ നിന്നും അവരുടെ ഉത്തരവാദിത്വത്തോടെ തന്നെ ലേൺ ചെയ്ത് അവിടെ കുട്ടികൾക്ക് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊരു സേഫർ എൻവയോൺമെൻറ്റ് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എനിക്കറിയാം വീഡിയോ വളരെ ലെങ്തിയായിപ്പോയി, അതുപോലെ തന്നെ വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. ഒരു വിദ്യാർത്ഥിയുടെ മരണം കാരണമാവേണ്ടി വന്നു നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കഷനിലോട്ട് വരുത്തുവാൻ വേണ്ടിയിട്ട്. കാലാകാലങ്ങളായിട്ട് ഒരുപാട് പേര് അനുഭവിച്ച കാസ്റ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവർ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള പേഴ്സണൽ അറ്റാക്കിൻ്റെ പേരിൽ ഒരുപാട് പേര് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കെല്ലാം അവിടെയുള്ള ആളുകൾ, അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ അൺലേൺ ചെയ്ത് മുന്നോട്ട് വന്ന് കുട്ടികൾക്കൊരു സേഫർ എൻവയോൺമെൻറ്റ് കൊടുക്കുമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.